മുല്ലശ്ശേരി പഞ്ചായത്തിൻ്റെ 13, 14, 15 വാർഡുകൾ കേന്ദ്രീകരിച്ച് അവയവ മാഫിയയുടെ പ്രവർത്തനം വളരെ സജീവമാണ്. നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അറിവ് വെച്ചിട്ട് അനുഭവം വെച്ചിട്ട് 7ഓളം പേരുടെ വൃക്കയും അതേപോലെ തന്നെ കരളും 7 പേരിൽ 5 പേരെ വൃക്ക, അത് പ്രത്യേകിച്ച് 5 പേരും സ്ത്രീകളാണ്, 2 പുരുഷന്മാർ. അതിൽ ഒരു പുരുഷൻ്റെ കരളും പിന്നെ ഒരു സ്ത്രീയുടെ കരളും, അങ്ങനെ 7 പേരുടെ അവയവമാണ് എൻ്റെ അറിവിലിവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയുടെ അറിവിൽ നിങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്. അതുപ്രകാരം നിങ്ങൾ നവംബറിൽ കഴിഞ്ഞ 2023 നവംബറിൽ നമ്മൾ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ അന്വേഷണമാണ് ഉണ്ടായത്. പോലീസ് നമ്മളെ മൊഴിയെടുത്തു, നമ്മൾ വേണ്ടപ്പെട്ട രേഖകൾ അവർക്ക് കൊടുത്തു, പോലീസിന് കൊടുത്തു. പക്ഷേ അന്വേഷണം മാത്രമേ കാര്യക്ഷമമായിരുന്നില്ല. കാരണം നമുക്ക് അവിടുന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ ലഭിച്ച പോലീസിൻ്റെ റിപ്പോർട്ടിൽ മറുപടിയിൽ ഈ അന്വേഷണം നടക്കണമെങ്കിൽ സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് തലത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമിനെ വെക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ആ റിപ്പോർട്ടിൽ പറയണത്. അപ്പോൾ അവയവ കച്ചവട മാഫിയരെ ആ ഉന്നതങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തിയില്ല എന്നുള്ളതാണ്. അന്വേഷണം എത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. മുല്ലശ്ശേരി പഞ്ചായത്തിൻ്റെ ഈ 3 വാർഡ് മാത്രമല്ല, പടിഞ്ഞാറ ഭാഗത്ത് തീരദേശ മേഖലയിലും ഈ അവയവ കച്ചവട മാഫിയയുടെ പ്രവർത്തനം വളരെ സജീവമാണ്. നമ്മൾ ഔദ്യോഗികമായിട്ട് 7 പേരെ പറയുന്നുണ്ടെങ്കിൽ അനൗദ്യോഗികമായിട്ട് ഏകദേശം മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രം തന്നെ ഏകദേശം 30ഓളം പേരുടെ വൃക്ക കച്ചവടം നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുന്നത്. വിപണിയിലെ ഏറ്റവും ആവശ്യം വൃക്കയാണ്. ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെ ഈ മേഖലയിൽ റാക്കറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ആ റാക്കറ്റിൽ പറ്റിയ വലിയൊരാളെ പിടിച്ചതിനെ സംബന്ധിച്ചിട്ട് പോലീസ് കസ്റ്റഡി എടുത്തതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലായല്ലോ. ഇതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ സ്ത്രീകളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ ഈ വൃക്ക കച്ചവടത്തിലേക്ക് ഈ സ്ത്രീകളെ അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യം മുതലെടുക്കുക ചെയ്യുന്നത്. ഇല്ല, നമുക്കങ്ങനെ പേര് നമുക്ക് പോലീസും പറയാനില്ല. റാക്കറ്റിൻ്റെ ആൾക്കാരുടെ പേര് അവരന്വേഷണത്തിൽ ആ റാക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഇടനിലക്കാർ. സ്ത്രീകൾ വരെ ഇതിൽ ഇടനിലക്കാരാണ്. സ്ത്രീകൾ വരെ ഇടനിലക്കാരായിട്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് കമ്മീഷൻ ഉണ്ടാവും ഇതിൻ്റെ. അപ്പോൾ അതിലേക്ക് അന്വേഷണം വരണം. പോലീസിൻ്റെ അന്വേഷണം ആ രീതിയിൽ വന്നാലാണ്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണം ആ രീതിയിൽ വന്നാലാണ് ഈ വൃക്ക മാഫിയനെ അല്ലെങ്കിൽ അവയവ കച്ചവടം മാഫിയനെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. 20ഓളം രേഖകൾ എന്തിനു വേണം? ഒരാളുടെ വൃക്ക അല്ലെങ്കിൽ അവയവം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 20ഓളം രേഖകൾ വേണം. ഈ 20ഓളം രേഖകൾ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. അത് വ്യാജമായിട്ടാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി പരിശോധിക്കണം. എങ്ങനെ വ്യാജമായിട്ടാണോ ഈ 20ഓളം രേഖകൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ട് പോലീസ് സമഗ്രമായിട്ട് അന്വേഷിക്കണം. അതെ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്ര പോരാ അന്വേഷണം. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളിത് പോലീസിന് സമഗ്രമായിട്ട് അന്വേഷിച്ചില്ലെങ്കിൽ, ഈ വൃക്ക മാഫിയയിലേക്ക് എത്തിയില്ലെങ്കിൽ, നമ്മൾ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പോലുള്ള ആൾക്കാർക്ക് നമ്മൾ പരാതി കൊടുക്കാൻ നമ്മൾ നിർബന്ധിതനാവുന്നതാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദാരിദ്ര്യം ചൂഷണം ചെയ്യണത്, ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക, സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യുക. ഇതിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചിലർ വാടകയ്ക്ക് താമസിക്കുന്നതാണ്, ചിലർ പുറമ്പോക്കിൽ താമസിക്കുന്നതാണ്, ചിലർ ഭർത്താവ് ഉപേക്ഷിച്ചവരാണ്, ചിലർ ഭർത്താവ് സുഖലാണ്ട് കിടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പല ഇതായിട്ടുള്ള ആൾക്കാരുടെ ആ അവസ്ഥയാണ് ചൂഷണം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയ ചൂഷണമാണ് നടക്കുന്നത്. ഇത് വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. നല്ലൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്നാണ് പറയുന്നത്.